ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സമയം അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കുന്നത് എങ്ങനെയെന്നറിയോ? യുനാദി കുല്ലയൗ, ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ്, അന യൗമുൻ ജദീദ്, ഞാനൊരു ന്യൂ ഡേ ആണ്, പുതിയ ദിവസമാണ്, ഞാനൊരു പുതിയ ദിവസമാണ്. പുതുവർഷ പുലരി എന്നാണ് ഡിസംബർ മാസം 31 എന്നാര് കരുതി പോകരുത്. അത് കലണ്ടറിൽ ഉണ്ടായതാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമുക്ക് പുതുവർഷം തന്നെയാണ്. ഇന്നെന്താണ്? വ്യാഴാഴ്ച ദിവസമാണ്, വെള്ളിയാഴ്ച രാവാണ്. ഈ വ്യാഴാഴ്ച ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇനി നമ്മൾ കരുതും അടുത്ത വ്യാഴാഴ്ച നമുക്ക് ചെയ്യാ. അല്ല അല്ല, അടുത്ത വ്യാഴാഴ്ച വരുന്നത് പുതിയ ദിവസമാണ്. കാരണം ഓരോ ദിവസങ്ങൾ കഴിയുമ്പോ ആ ദിവസം അല്ലാഹുവിന്റെ കോടതിയിലാണ് സ്ഥിരപ്പെടുന്നത്. കഴിഞ്ഞ റമളാനിൽ നിന്നാകാ കഴിഞ്ഞില്ല എന്നാ നമ്മൾ പറയുന്നു, വരട്ടെ റമളാനിൽ നിന്നാകാ. അല്ല, കഴിഞ്ഞ റമളാന് പോയി, ആ റമളാൻ ഇനി വരൂല, ജീവിതത്തിൽ മടങ്ങി വരൂല. ആ റമളാൻ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. പിന്നെ വരുന്ന റമളാൻ പുതിയ റമളാനാണ്. ഒരു വെള്ളിയാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത വെള്ളിയാഴ്ച നന്നാകാമെന്ന് ചിന്തിക്കുന്നവരെ, ആ വെള്ളിയാഴ്ച മറ്റൊരു വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പടച്ചവന്റെ കോടതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുകയാ. അതാണ് റസൂല് പറഞ്ഞത്, ഇന്നി യൗമുൻ ജദീദ്, അന യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. വഅന അലാ മാ തഅമലു ഫിയ ഷഹീദ്, എന്നിൽ നീ എന്തൊക്കെ ചെയ്തോ ഞാനതിന് സാക്ഷിയാണ്. സഹോദരങ്ങളെ, റസൂലുള്ള പഠിപ്പിക്കുകയാണ്, മൂന്നാമത്തെ സാക്ഷി ഏതെന്നറിയോ? അല്ലാഹുവിന്റെ കോടതിയിൽ ഓരോ ദിവസവും എന്ന് പറയുകയാ. ഒരു ദിവസം ശനിയാഴ്ച ദിവസം നമ്മൾ കള്ള് കുടിച്ചെന്നിരിക്കട്ടെ, ആ ദിവസം അല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, പടച്ച റബ്ബേ, ഞാൻ അവന്റെ അടുക്കലേക്ക് പോയപ്പോൾ കള്ളു കുടിച്ചു അവന്. നമ്മൾ ചിന്തിക്കുമെന്ന പിറ്റേ ശനിയാഴ്ച വരുമല്ലോ, ആ ശനിയാഴ്ച നാളെ റബ്ബിന്റെ കോടതിയിൽ അനുകൂലമാകുമെന്ന്. ശരിയാ, പക്ഷെ ഒന്നറിയണം, ആ ശനിയാഴ്ച അല്ല ഈ ശനിയാഴ്ച, രണ്ടും വേറെയാണ്. അതാണ് ഹബീബ് പറഞ്ഞത്, യുനാദി കുല്ലയവും, ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ്, അന യൗമുൻ ജദീദ്, ഞാൻ പുതിയ ദിവസമാണ്. വഅന അലാ മാ തഅമലു ഫിയ ഷഹീദ്, നീ എന്താണോ എന്നിൽ ചെയ്യുന്നത് അതെല്ലാം വളരെ കൃത്യമായി ഞാൻ സാക്ഷി നിൽക്കുന്നതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പോലും മുടക്കമാക്കരുത്, ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്തരുത്. ഓരോ ദിവസത്തിനും അല്ലാഹു ഓരോ പ്രത്യേകത കൊടുത്തിട്ടുണ്ടല്ലോ. സഹോദരങ്ങളെ, ശനിയാഴ്ച ദിവസമാണ് ഭൂമി അല്ലാഹു പടച്ചത്. ചിന്തിക്കണേ, ഞായറാഴ്ച ദിവസത്തിലാണ് അല്ലാഹു തമ്പുരാൻ ഈ ഭൂമിയിൽ ആവശ്യമായ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. തിങ്കളാഴ്ച ദിവസം അല്ലാഹു തആല സൃഷ്ടിച്ച പല സൃഷ്ടികളുണ്ട്. ചൊവ്വാഴ്ചയാണ് അല്ലാഹു തആല സകല വൃത്തികേടുകളെയും അല്ലാഹു പടച്ചത്. വെറുക്കപ്പെട്ട എല്ലാ വസ്തുക്കളെയും പടച്ചത് ചൊവ്വാഴ്ചയാ. തിങ്കളാഴ്ചയാണ് മൃഗങ്ങളെ അല്ലാഹു പടച്ചത്. മൃഗങ്ങളെ അല്ലാഹു പടച്ചത് തിങ്കളാഴ്ചയാ. ശനിയാഴ്ച ഭൂമിയെ പടച്ച അല്ലാഹ്, ഞായറാഴ്ച അതിനാവശ്യമായ മരങ്ങൾ നട്ടുപിടിപ്പിച്ച അല്ലാഹ്, തിങ്കളാഴ്ച മൃഗങ്ങളെ പടച്ച അല്ലാഹ്, ചൊവ്വാഴ്ച വെറുക്കപ്പെട്ട എല്ലാ വസ്തുക്കളെയും പടച്ചെങ്കിൽ ബുധനാഴ്ച അല്ലാഹു പടച്ചത് എന്തെന്നറിയോ? പ്രകാശത്തെയാ. അല്ലാഹു ബുധനാഴ്ച പ്രകാശത്തെ സൃഷ്ടിച്ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യാഴാഴ്ച അല്ലാഹു മറ്റ് ജീവജാലങ്ങളെ പടയ്ക്കുകയാ. വെള്ളിയാഴ്ച അല്ലാഹു മനുഷ്യനെ പടയ്ക്കുകയാ. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത തന്നെയാ ഉള്ളത്. എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല, എല്ലാ രാത്രിയും ഒരുപോലെയല്ല. ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏതാണ്? വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി. എല്ലാ രാത്രികളും ഒരുപോലെയല്ല. ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയുണ്ടല്ലോ, ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ കിടക്കയിൽ റസൂലുള്ളാഹിനെ കാണുന്നില്ല. ഇന്ന് എന്റെ കിടക്കയിൽ എന്റെ പ്രവാചകനില്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ കാണുമെന്നറിയാ. ആയിഷ ബീവി എഴുന്നേറ്റ് പള്ളിയിൽ നോക്കുമ്പോ
അവിടെ കാണുന്നില്ല. ഒരു പെണ്ണിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുമല്ലോ, ഒരു സ്ത്രീയുടെ നെഞ്ചിടിപ്പിന്റെ വേഗത അറിയുമല്ലോ. അവരുടെ മനസ്സ് പതറാ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഭാര്യമാരുടെ വീട്ടിലുണ്ടാകുമോ എന്ന് ഓരോ ഭാര്യമാരുടെ വീട്ടിലും ചെന്ന് കതകിനെ മുട്ടി. അവര് പറഞ്ഞു, ഇല്ല ആയിഷ, ഇവിടെ ഇല്ല. അവർക്കാകെ വെപ്രാളമായി, സംഭീതയായി, പരിഭ്രമചിത്തയായി, അവര് വിഷണ്ണയായി, വ്യാകുല വിഹ്വലയായി അവര് ഓടുകയാണ്. എവിടെയാണ് എന്റെ റസൂൽ അപകടത്തിൽ പെട്ടുവോ? നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീന്റെ ഭാഗത്തൊരു വെളിച്ചം കാണുകയാ. ഏത് വെളിച്ചമാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ നിന്നടിച്ചു വീശുന്ന വെട്ടമുണ്ടല്ലോ, ആ നൂറ്, ആ പ്രകാശമുണ്ടല്ലോ. ഇന്ന ബൈതന അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. എന്താ വെറുതെ വന്നിരുന്ന് പാടുന്നത് കേൾക്കുമ്പോ, അത് പറയുന്നത് കേൾക്കുമ്പോ ദൂരെ മാറി നിന്നെന്തായി പറയുന്നത് എന്ന് ചിന്തിച്ചാലേ പോരെ ചെറുപ്പക്കാരാ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു, നബിയെ അങ്ങ് താമസിക്കുന്ന വീട്, ലൈസ മുഹ്താജൻ ഇല സുറുജി, ഒരു വിളക്കിന്റെ ആവശ്യം ആ വീട്ടിലില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു ദിവസം തച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ നൂലിലേക്ക് സൂചി കുരുക്കാൻ നേരത്ത് സൂചി തെറിച്ചു പോവുകയാ. ആ സൂചി കണ്ടുപിടിക്കാൻ ഇന്നത്തെ പോലെ വിദ്യുച്ഛക്തിയുടെ പ്രവാഹമില്ലല്ലോ. ഇന്നത്തെ പോലെ ഹാലജന്റെ പ്രകാശത്തിന്റെ ആ ഒരു പ്രകാശത്തിന്റെ പ്രോജ്വലതയില്ലല്ലോ. കുറ്റിരുട്ടാണ്. എണ്ണ വിളക്ക് കത്തിച്ച് വീട്ടിനകത്ത് വെക്കുകയാ. ആ സമയത്ത് തപ്പിത്തടഞ്ഞു നോക്കി സൂചി കാണുന്നില്ല. അതാ കടന്നു വരുന്നു ലോകത്തിന്റെ മുത്തേ, പ്രകാശ ഗോപുരമേ, നബി മുഹമ്മദ് മുസ്തഫ കടന്നു വന്നപ്പോൾ അവിടത്തെ നെറ്റിത്തടപ്പിൽ നിന്നും അടിച്ചു വീശുന്ന പ്രകാശത്തിന്റെ പ്രോജ്വലമായ പ്രഭാകിരണങ്ങൾ കൊണ്ട് സൂചി പോലും നോക്കിയെടുക്കാൻ പറ്റിയെന്ന് ആയിഷ ബീവി പറഞ്ഞല്ലോ. ആ പ്രകാശം ബഖീന്റെ ഭാഗത്ത് നിന്ന് വരികയാ. അല്ലാഹുവിന്റെ റസൂല് ബഖീന്റെ ഭാഗത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആയിഷ ബീവി ഓടുകയാ. ഓടി ചെന്നിട്ട് റസൂലുള്ളാഹിനെ വാരിപ്പുണരുകയാ. നബിയേ, നിങ്ങൾ എന്താ പറയാതെ പോയത്? ആയിഷ ബീവിയോട് തങ്ങൾ ചോദിച്ചു, നീ പേടിച്ചു പോയോ? ആയിഷ ബീവി കിട്ടിയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ സങ്കടം, ഇതിന്റെ എല്ലാത്തിന്റെയും വികാരത്തിന്റെ സംഗമ വേദികയായിക്കൊണ്ട് ആയിഷ ബീവി ചോദിച്ചത് എന്തെന്നറിയോ? ഒരു കമന്റ് ആയിരുന്നു. ഒന്നിലധികം ഭാര്യമാരുള്ള ഒരു ഭർത്താവിനെ പിന്നെ പേടിക്കാതിരിക്കുവോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്കതാ. അവിടെ റസൂല് പറയുകയാണ്, ആയിഷ, ഇന്നത്തെ രാത്രി അറിയോ, കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമകൂപങ്ങളെക്കാൾ അള്ളാഹു അടിമകൾക്ക് പാപം പുറത്തു കൊടുക്കുന്ന രാത്രിയാ. കൽബ് ഗോത്രം എന്ന് പറയുന്നത് ധാരാളം ആടുകളെ വളർത്തുന്ന കൗമാണ്. അവരുടെ ആടുകൾക്ക് മറ്റ് കൗമിനില്ലാത്തൊരു പ്രത്യേകതയുണ്ട്, രോമം കൂടുതലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപം ചെയ്താൽ ഇന്നത്തെ രാത്രി അല്ലാഹ് പുറത്തു കൊടുക്കുന്ന രാവല്ലയോ ആയിഷ? ആ രാവേതാണ്? ബറാത്തിന്റെ രാവാ. സഹോദരങ്ങളെ, എല്ലാ രാത്രികളും ഒരുപോലെയല്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാ പകലുകളും ഒരുപോലെയാണോ? ഏറ്റവും ശ്രേഷ്ഠമായ പകലേതാണ്? യൗമ അറഫ. അറഫ ദിവസത്തിന്റെ പകലല്ലേ? 45 ലക്ഷം ആളുകളാണ് ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി അറഫയിൽ ഒരുമിച്ച് കൂടിയത്. അറഫാത്തിന്റെ ഏതോ ഒരു ഭാഗത്ത്, ഒരു ടെന്റിന്റെ ഓരത്ത് 45 ലക്ഷം ഹാജിമാരുടെ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ വർഷം ഈ വിനീതനും ഒരു ചെറിയ സ്ഥലം കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 45 ലക്ഷം ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന സംഗമഭൂമി, ആ പരിശുദ്ധമായ അറഫാ ദിവസത്തിന്റെ പകലുണ്ടല്ലോ, അത് ശ്രേഷ്ഠമായ പകലാ. എല്ലാ സായാഹ്നവും ഒരുപോലെയാണോ? എല്ലാ വൈകുന്നേരവും ഒരുപോലെയാണോ? എല്ലാ മധ്യാഹ്നവും ഒരുപോലെയാണോ? എല്ലാ സുപ്രഭാതവും ഒരുപോലെയാണോ? അല്ല. എല്ലാ പള്ളികളും ഒരുപോലെയാണോ? അല്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ? അല്ല. എല്ലാ സ്ത്രീകളും ഒരുപോലെയാണോ? അല്ല. എല്ലാത്തിനും വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ട് സമയം പല രീതിയിൽ നമ്മുടെ മുന്നിൽ വരും. നിങ്ങൾ നോക്കിയേ, ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ
ചില സന്ദർഭങ്ങളിൽ നിസ്കാരത്തെക്കാൾ പുണ്യമുള്ളതായിരിക്കും. ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ പള്ളിയിൽ ഇഅ്തികാഫ് തസ്ബീഹും തഹ്ലീലുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ചില സമയങ്ങളിൽ ഔട്ടില് പള്ളിയുടെ പുറത്തു നിന്ന് നമുക്ക് കിട്ടും. പള്ളിക്കകത്ത് ഇരിക്കുന്നവനാണോ പള്ളിയുടെ പുറത്ത് നിൽക്കുന്നവനാണോ ശ്രേഷ്ഠത കൂടുതലെന്നൊരാൾ ചോദിച്ചാൽ ഒറ്റ മറുപടി കൊടുക്കാൻ പറ്റൂലെന്നായി പറയുന്നേ. ചിലപ്പോ പള്ളിക്കകത്തിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത പുറത്ത് നിൽക്കുന്നതിനുണ്ടാവും. അതെങ്ങനെയാ? മസ്ജിദുൻ നബവിക്കകത്തിരിക്കുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ അടുത്ത് വന്നിട്ട് ഒരാള് പറഞ്ഞു, ഞാൻ ആകെ സങ്കടത്തിലാണ്, ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, കടം വാങ്ങിയതാണ്, ഇപ്പൊ എന്റെ കയ്യിലില്ല, അവധി 2-3 ആഴ്ച കൂടി വാങ്ങിയാൽ കൊള്ളാമായിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ചാൽ അദ്ദേഹം അവധി തരൂല, നിങ്ങൾ പറഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇഅ്തികാഫിരിക്കുന്ന ഇബ്നു അബ്ബാസ് തങ്ങൾ എവിടെയാ? മസ്ജിദുൻ നബവി. എഴുന്നേറ്റു അദ്ദേഹം, പുറത്തിറങ്ങി ചെരുപ്പ് ധരിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം അങ്ങോട്ട് ഉണർത്തുകയാണ്. എന്താണെന്നറിയോ? അങ്ങ് ഇഅ്തികാഫിലല്ലായിരുന്നോ? ഞാനായിട്ട് അങ്ങയുടെ പുണ്യം കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങള് തിരു റൗളാ ഷരീഫിലേക്ക് ചൂണ്ടിക്കിട്ട് പറഞ്ഞു, ദാ ഈ കിടക്കുന്ന എന്റെ നായകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ഹദീസിൽ കാണാം, ആ കാലത്ത് ആ അടുത്ത സമയത്ത് റസൂലുള്ളാഹിയുടെ വഫാത്ത്, അതുകൊണ്ടാണ് കരഞ്ഞു പോയത്. എന്നിട്ട് പറഞ്ഞു, ആ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നൊരു സമയം, ആ സമയം ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ, ചിലപ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുറച്ച് കടം മാറി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ഒന്ന് സംസാരിച്ചാൽ അദ്ദേഹത്തിന് ഒരു വീട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളുടെ ഏതെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ ഈ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ്, എത്രയോ വർഷത്തെ ഇഅ്തികാഫിനേക്കാൾ പുണ്യമാണ് പുറത്തേക്ക് പോയി ഒരു സഹോദരന്റെ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് എന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ കരഞ്ഞുവെന്നാണ്. നമ്മൾ വെളിയിലേക്ക് പോയി ഒരാൾക്ക് നമ്മളൊരു ഒപ്പിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു MP MLA വന്നു നമ്മളൊന്ന് സംസാരിച്ചാൽ അയാൾക്കൊരു വീട് കിട്ടും, അല്ലെങ്കിൽ ഒരു വഴി കിട്ടും, അല്ലെങ്കിൽ അയാൾക്ക് ചികിത്സയ്ക്ക് കുറച്ച് കാശ് കിട്ടുമെങ്കിൽ നമ്മൾ പള്ളിക്കകത്ത് ഇബാദത്ത് എടുത്തോണ്ടിരിക്കലല്ല ശ്രേഷ്ഠത, മറിച്ച് ആ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കലാണ്. ഞാൻ പറഞ്ഞു വന്നത്, സമയം, കാലം, ദിവസങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ വ്യത്യസ്തമാണ്. പല രീതിയിലാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാളെ റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയാണ്. അതുകൊണ്ട് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമല് എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി ഖൈറുൻ യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? അള്ളാന്റെ റസൂല് പറഞ്ഞു, സുറൂറുൻ തുദ്ഖിലുഹു അലാ കുല്ലി മുസ്ലിം, ഒരു മുസ്ലിമിന് നീ കൊടുക്കുന്ന സന്തോഷമാണ്. എന്നാ വേറൊരു സമയത്ത് പറഞ്ഞ എന്താ? ഏറ്റവും ശ്രേഷ്ഠമായ അമല് അസ്സലാത്തു ലി വഖ്തിഹാ, കൃത്യസമയത്ത് നിസ്കരിക്കലാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സന്ദർഭം നോക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടവരാണ്. ഇപ്പൊ ഈ സമയത്ത് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ ഓതുന്നത് പുണ്യമുള്ള കാര്യമല്ലേ? 2 റക്അത്ത് നിസ്കരിക്കുന്നത് പുണ്യമുള്ള കാര്യമല്ലേ? ഞാൻ നിങ്ങളവിടെ ഇരുത്തിയിട്ട് ഞാൻ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചുകൊണ്ട് നിന്നാൽ അത് തെറ്റാണെന്ന് ആരെങ്കിലും പറയോ? അല്ല. പക്ഷെ ഈ സമയത്ത് വേണ്ടത് എന്താ? നിങ്ങളുടെ മുന്നിലും പ്രസംഗിക്കലാണ്. നിങ്ങൾ ഇത്രയും പേര് ആൾക്കാരെ ഇവിടെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പള്ളിക്കകത്ത് കയറി ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ ഒരാൾക്കും എനിക്കെതിരെ ഒരു കാര്യത്തിനും ഇടപെടാൻ കഴിയില്ല. കാരണം ഞാൻ ഓതുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ. ഒരാൾക്കും കഴിയില്ല ആ ഖുർആൻ പിടിച്ചെറിയാനോ അല്ലെങ്കിൽ ഖുർആൻ മടക്കി വെച്ചിട്ട് വാ എന്ന് പറയാനോ കഴിയില്ല. കാരണം ഖുർആൻ ഷരീഫിനോട് നമുക്ക് അത്രയും ആദരവുണ്ട്. പക്ഷെ ഇപ്പൊ വേണ്ടത് എന്താ? ഖുർആൻ എടുത്ത് ഓതലല്ല, ഇപ്പൊ വേണ്ടത് നിസ്കരിക്കലല്ല, ഇപ്പൊ വേണ്ടത് എന്താ? നിങ്ങൾക്ക് ഇൽമ് പങ്കുവെക്കല. ഞാൻ പഠിച്ച നിങ്ങൾക്ക് പറഞ്ഞു തരലാണ്. ഓരോ സമയത്തും ഓരോ വ്യത്യസ്തമായ അമലുകളുണ്ട്.
അതുകൊണ്ട് ആ അമലുകൾ നമ്മൾ ചെയ്യുക. കാരണം എന്തെന്നറിയോ? യുനാദി കുല്ല യൗമിന് അന യൗമുൻ ജദീദ്. ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ്, ഞാൻ പുതിയ പുതിയ ദിവസമാണ്. വഅന അലാ മാ തഅമലു ഫിയ ഷഹീദ്. നീ എന്താണോ എന്നിൽ ചെയ്യുന്നത് അത് കൃത്യമായി അത് ഞാൻ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുന്നതാ. സഹോദരങ്ങളെ, മൂന്നാമത്തെ സാക്ഷി അതാണ്. അതുകൊണ്ട് അതിന് നമ്മൾ സാക്ഷിയെ സ്വാധീനിക്കേണ്ടത് എങ്ങനെയാണ്? ഏത് സമയമാണോ ആ സമയത്ത് എന്താണോ അത് ചെയ്യുക. പള്ളിയിലേക്ക് വരും, വേറെ ഒന്നും വേണ്ട. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം അമലുകൾ ചെയ്യാം. നടന്നു വരുന്ന വഴിയിൽ ഒരാളെ കണ്ടു, അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, സ്വതക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിൽ. അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് അല്ലാത്തവൻ ഏറ്റവും വലിയ ലുബ്ധനാണ്. അപ്പൊ നമ്മൾ പറയും, ഉസ്താദെ അത് പിന്നെ അങ്ങനെ ലുബ്ധനാവും? റിഫായി ഷെയ്ഖിന്റെ ആണ്ടിന് വേണ്ടിയിട്ട് ഞാൻ 2 ആടും 4 ചാക്ക് അരിയാ കൊടുത്തത്, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. അഷ്റഫുൽ ഖൽക്കിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് അല്ലാത്തവന്റെ പേര് ബഖീൽ എന്ന് തന്നെയാ. അതുകൊണ്ട് നമ്മൾ ലുബ്ധന്മാരാകരുത്. ആ 2 ആട് കൊടുക്കണത് 1 ആട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ 2 കോഴി കൊടുത്താലും മതി. അത് ലുബ്ധൻ എന്ന് പറയില്ല. അവന്റെ സാമ്പത്തിക ഇല്ല എന്ന് തോന്നുന്നു എന്നേ സംഘാടകർ പറയുള്ളൂ, അല്ലാതെ പരമലുബ്ധൻ എന്ന് പറയില്ല. പക്ഷെ സ്വലാത്ത് ഇല്ലാത്തവനെ അഷ്റഫുൽ ഖൽക്ക പറഞ്ഞത് ബഖീൽ എന്ന്. അപ്പൊ പിന്നെ തിരുത്തി പറയാൻ വേറെ ആരും ലോകത്തില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോ നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കാൻ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു, എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു, നമുക്ക് കഴിയുമെങ്കിൽ കൊടുക്കുക. കയ്യിലൊന്നുമില്ല, നമ്മളെന്താ പറയേണ്ടത്? നമ്മളെന്താ? ഡയോജനിസ് നടന്നു വരുന്ന വഴിയിൽ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ നഗരമധ്യത്തിൽ കൈനീട്ടിയിരിക്കാൻ. അയാളുടെ മുന്നിലേക്ക് ഓരോരുത്തർ വരുന്നു, നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്നു, അവർ നടന്നു പോകുന്നു, അയാളെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ഡയോജനിസ് വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈനീട്ടിയപ്പോൾ പോക്കറ്റിൽ തപ്പിത്തടഞ്ഞിട്ട് പറഞ്ഞു, കയ്യിലൊന്നും ഇല്ലല്ലോ സഹോദര എന്ന് പറഞ്ഞു. അയാൾ തന്റെ കയ്യിലിരുന്ന ഭിക്ഷാപാത്രം അടിവാരത്തൊഴുകുന്ന അരുവിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഭിക്ഷക്കാരൻ ചാടി എണീറ്റു. അയാൾ പറഞ്ഞു, ഞാൻ ഇനി അവസാനിപ്പിച്ചു എന്റെ ഭിക്ഷാടനം, ഞാൻ എന്റെ ഭിക്ഷാടനം അവസാനിപ്പിച്ചു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പുരുഷായുസ് ജീവിക്കാനുള്ളത് കിട്ടി, എനിക്കൊരു പുരുഷായുസ് ജീവിക്കാനുള്ളത് ഇപ്പൊ കിട്ടി. ഡയോജനിസ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, പക്ഷേ നിങ്ങൾ എന്നെ സഹോദര എന്ന് വിളിച്ചല്ലോ, എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ സഹോദര എന്ന് പറഞ്ഞല്ലോ. ആ ചേർത്ത് നിർത്തൽ, ആ ഒരു നല്ല വിളി. സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മാടെ ഉദരത്തിൽ കൂടെ സഹവസിച്ചവർക്കാണ് സഹോദരൻ എന്ന് പറയുക. ഉദരത്തിൽ സഹവസിക്കുക, അതാണ് സഹോദരൻ. അപ്പൊ കൂടപ്പറപ്പേ എന്ന് വിളിക്കാൻ നിങ്ങൾ കാണിച്ചൊരു മനസ്സ്, അത് മതി എനിക്കൊരു പുരുഷായുസ് ജീവിക്കാൻ. കണ്ടോ, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ എന്താ? ഖൗലുൻ മഅറൂഫുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എടുത്തു പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയും ആൾക്കാരെ കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് ഖൗലുൻ മഅറൂഫ്, നല്ലൊരു വാക്കാ. വീട്ടിൽ ആരെങ്കിലും കയറി വന്നു, കൊടുക്കാൻ ഒന്നുമില്ല, നമ്മൾ കരുതുന്ന എന്താ? ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നമ്മൾ കരുതുന്ന എന്താ? കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല. ആ സമയത്ത് നമ്മൾ പറയും, പടച്ചോനെ ഇന്നത്തെ എന്റെ അമല് പോയി. ഒരു സങ്കടവും വേണ്ട. അവരുടെ അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് പറയണം, അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ, എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നേനെ, പക്ഷെ എന്റെ കയ്യിൽ ഒന്നുമില്ല. അള്ളാഹു നിങ്ങൾക്ക് ഇതിന് പകരം എവിടെന്നെങ്കിലും തരും, ഞാനും ദുആരക്കാം, നിങ്ങളും ദുആരക്കിൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് മതി 1 ലക്ഷം കൊടുക്കുന്നതിനേക്കാൾ പുണ്യം. ആ വെള്ളിയാഴ്ച ബക്കറ്റ് കൊണ്ടുവരുന്നവനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് അള്ളാഹ് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് തരും, അതുകൊണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇല്ലാത്തവൻ സങ്കടപ്പെടണ്ട. ആരാ പള്ളി വെക്കാൻ 5 ലക്ഷം കൊടുക്കുന്നത്? ഒരാൾ ചാടി എണീറ്റ് പറഞ്ഞു, ഞാൻ കൊടുക്കാം. അടുത്ത ഗ്രേഡ് കുറഞ്ഞു വന്നു. 1 ലക്ഷം ആരാ? കുറച്ചു പേര് പറഞ്ഞു. 50,000 ആരാ? കുറെ പേര് പറഞ്ഞു. 25,000 ആരാ? 10,000 ആരാ? 5,000 ആരാ? ഇതൊക്കെ പറയുമ്പോഴും നാട്ടിലെ ഏറ്റവും പ്രമുഖരും പ്രമാണിമാരും പ്രഭുക്കളും ഒക്കെ ഓരോ സംഖ്യ വിളിച്ചു പറയുമ്പോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കുന്ന സാധാരണക്കാരനായ ഒരു സഹോദരൻ അവിടെ ഇരിക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവനാണ്. അവന് കൊടുക്കണ്ടേ? അവന് ഈ ദുആ വേണ്ടേ?
അവൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അവന്റെ മനസ്സ് പിടയ്ക്കുകയാണ്. അവസാനം അവൻ ബക്കറ്റ് കൊണ്ടുവന്നപ്പോ അവന്റെ കയ്യിലുള്ള കീറി പറഞ്ഞ 10 രൂപയുടെ ഒരു നോട്ടെടുത്തിട്ടിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, മതി. അവിടെ 5 ലക്ഷം കൊടുത്തവനേക്കാൾ പുണ്യം. അഖ്ലിസു ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. നീ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ കുറഞ്ഞ അമൽ മതി നിനക്ക് കുറഞ്ഞ അമലുകൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. എത്രയോ സ്ഥലത്തെന്നറിയോ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ദുആ കുറഞ്ഞു പോയതിന്റെ പേരിൽ കമ്മിറ്റിക്കാരുമായിട്ട് ഉടക്കുണ്ടാക്കിയ മഹാന്മാര് അറിയോ? പേര് പൂർത്തിയാക്കി വായിക്കാത്തതിന്റെ പേരിൽ പൈസ കൊടുക്കാത്ത എത്രയോ പേരുണ്ടെന്നറിയോ? അക്കൂട്ടത്തില് 2 ലക്ഷം പറഞ്ഞു. 2 ലക്ഷം പറഞ്ഞിട്ട് എനിക്ക് 2 ലക്ഷത്തിന്റെ ദുആ കിട്ടിയില്ലല്ലോ. 5000 കൊടുത്തവന് കൂടുതൽ ദുആരെന്നു, 2 ലക്ഷം കൊടുത്ത് എനിക്ക് കുറച്ചേ ദുആരെന്നുള്ളൂ. മാത്രമല്ല എന്റെ പേര് പൂർത്തീകരിച്ചു പറഞ്ഞില്ല, എന്റെ പേര് എഴുതിയപ്പോ ചെറിയ അക്ഷരമായി പോയി, വലിയ അക്ഷരമായില്ല. ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ഒരാളുടെ 2 ലക്ഷമാണോ വലുത്? ബക്കറ്റ് കൊണ്ടുവന്നപ്പോ ഇല്ലാത്ത പേഴ്സിൽ നിന്ന് ഇല്ലാത്ത കാലത്ത് ഒരു 10 രൂപ എടുത്തിട്ടവനാണോ നല്ലവൻ? നിങ്ങൾ ചിന്തിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ സമയം നമ്മളെ തേടിയെത്തുമ്പോ ആ സമയത്ത് ചെയ്യേണ്ട അമലുകളുണ്ട്. കയ്യിൽ പൈസ ഇല്ലാന്ന് കരുതിയിട്ട് സദഖ കൊടുക്കാൻ പറ്റാത്തതിൽ എനിക്കെന്തേ അള്ളാഹു ഈ സമയത്ത് അമല് ചെയ്യാനുള്ള ഭാഗ്യം തന്നില്ല എന്ന് ചിന്തിക്കരുത്. പകരം നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്ക് ഈ സമയത്തുള്ള അമലെന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് വെളുക്ക ചിരിക്കലാം. അതാണ് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നത് സദഖ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിശ്വാസി അങ്ങനെയാണ്. അവന്റെ ശ്വാസം പോലും ഇബാദത്താണ്. അവൻ കക്കൂസി പോകുന്നത് പോലും ഇബാദത്താണ്. അവൻ ടോയ്ലറ്റിൽ പോകുന്നത് പോലും ഇബാദത്ത്. ഇത് വേറെ ഏത് സമുദായത്തിന് കിട്ടും? ഇത് പറയുമ്പോ ചിലപ്പോ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കണ കുറെ എക്സ് മുസ്ലിം ഉണ്ട്, നജസുകൾ. എവർക്കൊക്കെ അങ്ങോട്ട് വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. കുറെ നിരീശ്വരവാദികളുണ്ട്, കുറെ യുക്തിവാദികളുണ്ട്. ഇവനൊന്നും പറയുന്നതിന് യാതൊരു മറുപടി അർഹിക്കുന്നില്ല. ഇതൊന്നും കാണാത്തത് കൊണ്ടല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് അഡ്മിന്മാര് പോസ്റ്റ് ചെയ്യുമ്പോ നല്ല കാര്യമാണെങ്കിൽ മാത്രമാണ് അത് പോസ്റ്റ് ചെയ്യുക. ഇത് ലോകം മൊത്തം കാണുന്ന കാര്യമല്ലേ? അതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ വേറെ ജോലിയില്ലേ? ഇങ്ങനെ നീട്ടി പറയുന്നത് എന്തിന്? ഇടവും നീട്ടി പറയുന്നത് കേൾക്കാൻ നിൽക്കുന്ന എന്തിനാ നിങ്ങൾ? ഞങ്ങളെ പറയുന്നത് ഞങ്ങളെ കേൾക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹത്തോടാ. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അടിച്ചു കളയാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് സബ്സ്ക്രൈബും ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഫോളോയും ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് കുറ്റം പറയുന്നത്? അപ്പൊ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കുറെ ജനങ്ങളുണ്ട്. അവരോട് ഒന്നും പറയാനില്ല. കാരണം നമുക്ക് അല്ലാതെ പറയാൻ തന്നെ വിഷയം എമ്പാടുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. ഈ പറയുന്നവരോട് മറുപടി കൊടുത്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ഓരോ സമയവും ഓരോ ഇബാദത്തുകൾക്കുള്ള സമയമാണ്. നമ്മൾ മറ്റ് സമുദായത്തിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് തുപ്പുന്നത് പോലും ഇബാദത്താണ്. തുപ്പുന്നത് പോലും ഇബാദത്താണ്. കുളിക്കുന്നത് ഇബാദത്താണ്. എന്തോ ഒരു മനോഹരമായ സംസ്കാരമാണ് നമ്മുടേത്. അഭിമാനത്തോട് നമുക്ക് പറയാം, തുപ്പുന്നത് ഇബാദത്താണ്. എങ്ങോട്ട്? വലതുഭാഗത്തേക്ക് മുൻഭാഗത്തേക്കും തുപ്പാൻ പാടില്ല, കറാഹത്താൻ. തുപ്പേണ്ടി വന്നാൽ അല്ലാഹുവേ, ഞാൻ ഇടതുഭാഗത്തേക്കാ തുപ്പുന്നത്, കാരണം എന്റെ റസൂൽ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇടത്തേക്ക് തുപ്പുന്നു എന്ന് മനസ്സിൽ നിയത്ത് വെച്ചോ. അല്ലെങ്കിൽ വലത്തോട്ട് തുപ്പാൻ ഒരുങ്ങുമ്പോ അല്ല, ഇത് തെറ്റാൻ എന്ന് പറഞ്ഞിട്ട് ഇടത്തോട്ട് തുപ്പ് ഇബാദത്താണ്. ആ സമയത്ത് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഇബാദത്താണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ തുപ്പിയ ആ സമയം സാക്ഷിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് മൂന്നാമത്തെ സാക്ഷി. വിശദീകരിക്കണ്ടല്ലോ. ഇനി നാലാമത്തെ സാക്ഷി ഏതെന്നറിയോ? മറക്കല്ലേ, ഒന്ന് മലായിക്കത്തുകളാ, 2 ഭൂമിയാ, മൂന്നാമത്തേത് സഹോദരങ്ങളെ ഓരോ ദിവസം ഓരോ മണിക്കൂറുകൾ സമയമാണ്, കാലമാണ്. ഇനി നാലാമത്തേത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുകയാ, യൗമ തശ്ഹദു അലൈഹിം, അവരുടെ മേൽ സാക്ഷിയാകുന്നത് അല്ലാഹ് പറയുന്നു, അൽസിനത്തുഹും, അവരുടെ നാവാ, വഅയ്ദീഹിം, അവരുടെ കൈകളാ, വഅർജുലുഹും, അവരുടെ കാലുകളാ, ബിമാ കാനൂ യഅമലൂൻ,
അവര് ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാം സാക്ഷി നിൽക്കുന്നതാ. സഹോദരങ്ങളെ, നാവ് മാത്രമല്ല, കൈകളും കാലുകളും നാളെ സാക്ഷിയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നാളെ പരലോകത്ത് എന്നിട്ട് നമ്മള് അള്ളാഹുമായിട്ട് സംവാദം നടത്തുക. എന്താണെന്നറിയോ? ഹദീസ് പറഞ്ഞ അർത്ഥം പറയാനുള്ള സമയം നമുക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നാളെ പരലോകത്ത് ചെന്നിട്ടൊരു അടിമ അള്ളാന്റെ കോടതിയില് തർക്കിക്കുകയാണ്. എന്താ തർക്കിക്കുന്നത്? അള്ള പറയും, നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തല്ലോ. അപ്പൊ അള്ളാഹുവിനോട് അവൻ പറയുന്നു, സാക്ഷി വല്ലതും ഉണ്ടോ? ഇത് ഉള്ള കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അല്ലാഹുവേ പടച്ചവനെ, സാക്ഷികൾ വല്ലതുമുണ്ടോ? ആ സമയത്ത് അല്ലാഹു പറയും, അത്രേ, കഫാ ബി നഫ്സികൽ യൗമ അലൈക ഷഹീദാ. സാക്ഷി വേറെന്തിനാ? മലായികത്തുണ്ട്, ഭൂമിയുണ്ട്, ഓരോ ടൈമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കഫാ ബി നഫ്സികൽ യൗമ അലൈക ഷഹീദാ. മോനെ, നിന്റെ ശരീരം തന്നെ സാക്ഷികളാ, പിന്നെന്തിനാ വേറെ സാക്ഷിയെ വിളിക്കുന്നത്? അപ്പൊ യവൻ ചോദിക്കുമത്രേ അള്ളാഹുവിനോട്, പടച്ചോനെ, എന്റെ ശരീരത്തിന്റെ ഏത് അവയവമാണ് സാക്ഷിയാവുക? നാക്കാണെങ്കിൽ കള്ളം പറയും. നാവിന്റെ സഹജമായ സ്വഭാവം കളവ് പറയലാണ്. ആ കള്ളം പറയുന്ന നാക്ക്, നമ്മൾ ആരാ കള്ളം പറയാത്തത്? നമ്മളിൽ ആരാണ് കളവ് പറയാത്തത്? അശ്രദ്ധമായോ അലക്ഷ്യമായോ മനഃപൂർവമോ ബോധപൂർവമോ നമ്മൾ പറയും കള്ളം. കളവ് പറയാത്ത ലോകത്താരുമില്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി എവിടെ എത്തിയെന്ന് ചോദിക്കും. തൊട്ടടുത്ത ജംഗ്ഷൻ പറയും നമ്മൾ. യഥാർത്ഥത്തിൽ നമ്മളിവിടെ നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന എന്താ? അത് വലിയൊരു കള്ളമല്ലല്ലോ, അത് വലിയ കള്ളമല്ലല്ലോ. എവിടെ എത്തി? ഞാൻ അതാ മൈനാപ്പള്ളി എത്താറായി, ഞാൻ വടക്ക മൈനാപ്പള്ളി എത്തി. യഥാർത്ഥത്തിൽ ഇടവരശ്ശേരി നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ അവരെ ഒന്ന് സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്കാ കളവ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്നവരാണ്. മക്കൾ വീട്ടിൽ നമ്മൾ മക്കൾക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് മക്കൾക്ക് മുട്ടായി കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ തന്നെ ഹദീസിലുള്ളതാ, അത് കൊടുക്കാതെ വാങ്ങാതെ ആ മകനെയും മകളെയും വാരിക്കോരി എടുത്ത് മുത്തം കൊടുത്ത് സ്നേഹം പങ്കിടുന്ന പിതാവ് കളവ് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കളവ് അത് നമ്മൾ പലരും പറയുന്നതാ. അറിഞ്ഞോ അറിയാതെയോ അലക്ഷ്യമായോ ബോധപൂർവമോ നമ്മൾ പറയുന്ന ഒന്ന് കളവാണ്. മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ് നാവ് കളവ് പറയാന്നുള്ളത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന കലിമയുടെ ആളുകൾ കളവ് പറയില്ല. ലാ ഇലാഹ ഇല്ലല്ലായുടെ ആളുകൾക്ക് കളവ് പറയാൻ പറ്റൂല. ഒരിക്കൽ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയേ, അയകൂനുൽ മുഅ്മിനു ജുബാനാ, ഒരു സത്യവിശ്വാസി ഭീരുവാകുമോ? ഒരു സത്യവിശ്വാസി ഭീരുവാകുമോ? രാത്രി ചില മക്കൾക്ക് പുറത്തിറങ്ങാൻ വലിയ പേടിയാണ്. രാത്രി സഞ്ചരിക്കാൻ പേടിയുള്ള ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില്. അവ ഉമ്മ മാവനോട് പറഞ്ഞു, മോനെ ഇച്ചിരി പഞ്ചസാര വാങ്ങി വാ, അല്ലെങ്കിൽ അല്പം ചായപ്പൊടി വാങ്ങി വാ, അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങി വാ എന്ന് പറഞ്ഞ് മക്കൾക്ക് പോകാൻ പേടിയാണെന്ന് പറയുമ്പോ നമ്മുടെ ഉമ്മമാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് ഈമാൻ ഇല്ലേടാ? നിങ്ങൾക്ക് ഈമാൻ ഇല്ലേടാ? ഈമാനും പേടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അയകൂനുൽ മുഅ്മിനു ജുബാന, നബിയെ, ഭീരുവാവോ ഒരു വിശ്വാസി? നബി തങ്ങൾ പറഞ്ഞു, നഅം യകൂനുൽ മുഅ്മിനു ജുബാന, ഒരു വിശ്വാസി ഭീരുവാവും. സഹാബി ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞല്ലോ, നബിയെ, എനിക്ക് ജിഹാദ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ട്, ശത്രുക്കളോട് പോരാടണമെന്ന് ആഗ്രഹമുണ്ട്, ഒക്കെ ആഗ്രഹമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ? വാള് കണ്ട അപ്പൊ ഞാൻ വീണ് പോകും നബിയെ, എനിക്ക് വിറയൽ വരും, ഞാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, അലൈക ബിൽ ഹജ്ജ് വൽ ഉംറ, നീ പോയി ഹജ്ജ് ചെയ്താൽ മതി, അത് തന്നെ നിന്റെ ജിഹാദ്, അത് തന്നെ നിന്റെ ജിഹാദ്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭീരുവാവുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ എതിരല്ല,
അയകൂനുൽ മുഅ്മിനു ജുബാനാ, ഒരു വിശ്വാസി ഭീരുവാകുമോ നബിയേ? അതേ, യകൂനുൽ മുഅ്മിനു ജുബാനാ, ഒരു വിശ്വാസി ഭീരുവാകും. രണ്ടാമത് ചോദിച്ചു, അയകൂനുൽ മുഅ്മിനു ബഖീല, ഒരു വിശ്വാസി ലുബ്ധനാകുമോ നബിയേ? പള്ളിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ, ആണ്ട് നേർച്ചയ്ക്ക് ചോദിച്ചപ്പോൾ, മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ, മതവിജ്ഞാന സരസിന് വേണ്ടി ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്ന ഒരാൾ മോമിനാകുമോ? നമ്മൾ പറയും പള്ളിക്ക് 5 പൈസ കൊടുക്കാത്തവൻ ഓ മോമിനാണോ എന്ന് നമ്മൾ ചോദിക്കും. മോമിൻ തന്നെ, ഒരു സംശയമില്ല. കാരണം യകൂനുൽ മുഅ്മിനു ബഖീല, വിശ്വാസി ലുബ്ധനാകും. നബി തങ്ങളോട് മൂന്നാമത് ചോദിച്ചു, അയകൂനുൽ മുഅ്മിനു കദ്ദാബ, നബിയെ എന്നാ ഞാൻ ചോദിക്കട്ടെ, കള്ളം പറയുന്നവനാവോ മോമിൻ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യകൂനുൽ മുഅ്മിനു കദ്ദാബ, ഒരു വിശ്വാസി കളവ് പറയൂല. എന്തുകൊണ്ടാണ്? പറ, എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി കളവ് പറയില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? ഏറ്റവും വലിയ സത്യവാചകം ഏതാ? ലോകത്തെ ഏറ്റവും വലിയ സത്യം, അതിനപ്പുറത്ത് വേറൊരു സത്യമില്ല. ലോകത്തെ ഏറ്റവും വലിയ സത്യവാചകം ഒന്നേ ഒന്ന്. അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാക്കിയുള്ളതെല്ലാം ചിലതൊക്കെ കളവാകാം, ചിലതൊക്കെ അർദ്ധസത്യങ്ങളാകാം, അല്ലെങ്കിൽ പൂർണ്ണ സത്യമാകാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ പൂർണ്ണ സത്യമുള്ള വാചകം ഒന്നേ ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് പറയുന്ന ഒരാള് കളവ് പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം, ഒരാള് ചിന്തിക്കും അവൻ നാക്കെടുത്ത കള്ളേ പറയൂ, അപ്പൊ ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിയും കള്ളമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഏകനാണ്, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ, മുഹമ്മദ് മുസ്തഫ തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറയുന്ന വാചകം അവൻ സാധാരണ പറയുന്ന കള്ളം പോലത്തെ ഒരു കള്ളം തന്നെയാണെന്ന് പൊതുസമൂഹം വിലയിരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മുഅ്മിനീങ്ങൾ കളവ് പറയാൻ പാടില്ല. ഇത് അഷ്റഫുൽ ഖൽക്കിന്റെ വാക്കാണ്. സഹജമായി നാവ് കള്ളം പറയും. അതുകൊണ്ട് അള്ളാഹു എന്താ ചെയ്യുന്നതെന്നറിയോ? നാവിനെ അങ്ങോട്ടങ്ങ് സീല് ചെയ്യാ, മിണ്ടരുത്. അള്ളാഹു നാവിനെ സീല് ചെയ്യുകയാണ്. ആ നാവിനെ സീല് ചെയ്തു. എന്നിട്ട് നാവിനെ സീല് ചെയ്തിട്ട് പിന്നെ സംസാരിക്കുന്നതെന്താ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹുവിന്റെ ഖുർആന പറയുന്നത് സൂറത്ത് യാസീന. അൽയൗമ, ഇന്നേ ദിവസമുണ്ടല്ലോ, നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായ സീല് വെക്കുകയാ. അല്ലാഹു വായ പൂട്ടുകയാണ്. അവന് പിന്നെ വാ തുറക്കാൻ കഴിയില്ല, വാക്കുകളൊന്നും ഉരിയാടാൻ കഴിയില്ല. പിന്നെ സംസാരിക്കുന്നതോ വതുകല്ലിമുനാ ഐദീഹിം, അവന്റെ കരങ്ങളെ സംസാരിക്കുകയാ, അവന്റെ കൈകൾ സംസാരിക്കുകയാണ്. കൈ പറയുന്നു, പടച്ചവനെ ഞാനാണ് ചഷകം പൊട്ടിച്ചത്. ആ സമയത്തതാ കാല് വതശ്ഹദു അർജിലുഹും, അവന്റെ കാലിതാ സാക്ഷി നിൽക്കുകയാണ്. ശരിയാണ് പടച്ചവനെ, അവന് കള്ളുകുപ്പി പൊട്ടിക്കാൻ വേണ്ടി നടന്നു പോയത് എന്റെ സഹായത്തിലാണ് എന്ന് പറഞ്ഞാൽ, അവന്റെ കൈകളെ സംസാരിക്കുമ്പോൾ, കാലുകളെ സാക്ഷി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ ജീവിതത്തിൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും സാക്ഷി നിൽക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആന് പറഞ്ഞതുപോലെ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ അള്ളാഹു പറയുന്നു. നാലാമത്തെ സാക്ഷി നമ്മുടെ അവയവങ്ങൾ തന്നെയാണ്. ആദ്യമായി അള്ളാഹുവിനോട് സംസാരിക്കുന്ന ആദ്യത്തെ അവയവം ഏതെന്നറിയോ? നാളെ പരലോകത്ത് ആദ്യമായി സംസാരിക്കുന്ന അവയവം ഏതെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പരലോകത്ത് ആദ്യം സംസാരിക്കുന്ന അവയവം ഏതാ? നാവല്ല, കണ്ണല്ല, കയ്യല്ല. ആദ്യമായിട്ട് നാളെ പരലോകത്ത് സംസാരിക്കുന്നത് ഇന്ന അവ്വല അളമിൻ മിനൽ ഇൻസാനി യതകല്ലമു യൗമ യഖ്തമു അലൽ അഫ്വാഹി ഫഖദുഹു മിനർ റിജ്ലിൽ യുസ്റാ. നബി മുഹമ്മദ് മുസ്തഫ ആദ്യമായി പരലോകത്ത് സംസാരിക്കുന്ന അവയവം അവന്റെ ഇടത് കാലിന്റെ തുടയാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ഇടത് കാലിന്റെ തുട ആദ്യം സംസാരിക്കും.
അവന്റെ അവയവങ്ങൾ മുഴുവനും സംസാരിക്കും. കൈ പറയേണ്ടടുത്ത് കൈ പറയും, കാല് പറയേണ്ടടുത്ത് കാല് പറയും, കണ്ണ് പറയേണ്ടടുത്ത് കണ്ണ് പറയും. നാവിനവിടെ ഒരു രീതിയിലും നാവിന് പറയാൻ കഴിയാത്ത വണ്ണം നാവിനെ അള്ളാഹു സീല് വെക്കും. കാരണം നാവ് കൊണ്ട് കള്ളം പറയും അവൻ. ബാക്കി അവയവങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ കോടതിയിൽ അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി നിൽക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കണം. എങ്ങനെയാണ് മാറ്റിവെക്കേണ്ടത്? ഓരോ അവയവങ്ങൾക്കും സ്വതക്കയുണ്ട്. ഓരോ അവയവങ്ങൾക്കും സ്വതക്കയുണ്ട്. ഓരോ അവയവങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്. അത് കൃത്യമായി ചെയ്യുക. വിരലുകൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താണെന്നറിയാം? വിരലുകളുടെ ഡ്യൂട്ടി എന്താ? കണ്ണിന്റെ ഡ്യൂട്ടി എന്താണ്? കാണേണ്ടത് കാണണം. അത് ഖുർആനോ, അത് പള്ളിയോ, മുസ്ഹഫോ, മാതാപിതാക്കളുടെ മുഖമോ മാത്രമല്ല, ഒരു സഹോദരന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്തേക്ക് നോക്കുന്ന നോട്ടപ്പിന് അവന്റെ കണ്ണിനുള്ള ബാധ്യതയാണ്. ഉറക്കമുളക്കേണ്ട സമയത്ത് ഉറക്കമുളക്കുക കണ്ണിന്റെ ഡ്യൂട്ടിയാണ്. കാതിനൊരു ഡ്യൂട്ടിയുണ്ട്. കേൾക്കേണ്ടത് കേൾക്കണം. ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരയിൽ കിടക്കുന്ന, ചോരയൊലിച്ച് കിടക്കുന്ന പാവപ്പെട്ടവന്റെ രോദനം കേൾക്കണം. ബാങ്ക് കേൾക്കണം. നിലവിളിക്കുന്നവന്റെ വിളി കേൾക്കണം. ഖുർആൻ ഓതുന്നവന്റെ ഖിറാഅത്ത് കേൾക്കണം. പ്രസംഗിക്കുന്നവന്റെ പ്രസംഗം കേൾക്കണം. പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ, വചനങ്ങൾ, സൂക്തങ്ങൾ, സൂറകൾ നമ്മുടെ കാതുകളിൽ കേൾക്കണം. ആ കാതുകൾ കേൾക്കേണ്ടത് കേട്ടുകൊണ്ടിരിക്കണം. കൈകൾക്ക് ഡ്യൂട്ടിയുണ്ട്, നന്മ ചെയ്യണം. കാലുകൾക്ക് ഡ്യൂട്ടിയുണ്ട്, നന്മ ചെയ്യണം. വയറിനും ഡ്യൂട്ടിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിരലുകളുടെ ഡ്യൂട്ടി എന്താ? വിരലുകൾക്കൊരു ഡ്യൂട്ടിയുണ്ട്. എന്താ വിരലുകൾക്കുള്ള ഡ്യൂട്ടി? നമ്മൾ സാധാരണ വിരല് നീട്ടി, വിരല് ചൂണ്ടിയിട്ട് മറ്റുള്ളവനോട് സംസാരിക്കും. നാളെ ഈ വിരല് നാളെ റബ്ബിന്റെ കോടതിയിൽ പറയും, പലരെയും തെറി വിളിച്ച വിരലാണ് ഈ വിരല്. അതുകൊണ്ട് തന്നെ ഈ വിരലിന്റെ പേര് സബ്ബാബത്ത് എന്നാണ്. ഈ വിരലിന്റെ പേരെന്താ? ഇബ്ഹാം. മുസബ്ബിഹ എന്നുണ്ട്, സബ്ബാബ എന്നുണ്ട്. മുസബ്ബിഹ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അത്തഹിയാത്തിൽ എന്നിട്ട് നമ്മള് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഉയർത്തുക മാത്രമല്ല, തസ്ബീഹുകൾ ചെല്ലുന്ന അർത്ഥമുണ്ട്. സബ്ബാബ എന്ന് പറഞ്ഞാൽ ഒരുത്തിനെ ചീത്ത വിളിക്കുമ്പോ ഈ വിരള ആരെങ്കിലും ഇങ്ങനെ ചീത്ത വിളിക്കുമോ? ആരെങ്കിലും ഇങ്ങനെ ചീത്ത വിളിക്കുമോ? ഇല്ല. ചീത്ത വിളിക്കുന്നത് ഈ വിരൽ ചൂണ്ടിക്കിട്ടാൻ. ഇബ്ഹാം, മുസബ്ബിഹ അല്ലെങ്കിൽ സബ്ബാബ, വുസ്ത, ബിൻസർ, ഖിൻസർ. ഇങ്ങനെ ഈ 5 വിരലിനും പേരുകളുണ്ട്. ഈ 5 വിരലുകൾക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്തെന്നറിയോ? ഇന്ന് മുതൽ കൃത്യമായ ആ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം. കാലിന് ചെയ്യുന്നുണ്ട്, വാഴ കേൾക്കാൻ വരുന്നുണ്ട്, ജമാഅത്തിന് പോകുന്നുണ്ട്, ജുമയ്ക്ക് വരുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കാൻ പോകുന്നുണ്ട്, കിളയ്ക്കാൻ പോകുന്നുണ്ട്, ജോലി എടുക്കാൻ പോകുന്നത് ഇബാദത്താണ്. കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കണ്ണുകൊണ്ട് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട്, കാത് കൊണ്ടുള്ളതുണ്ട്, വായുണ്ട്, വയറ് കൊണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ വിരൽ കൊണ്ടുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. ചിലര് ചെയ്യുന്നുണ്ട്, ചിലര് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇന്നത്തെ ഈ ദിവസത്തിന്റെ സന്ദേശമായി, മെസ്സേജായി, ഇന്നത്തെ ഈ വഅലിന്റെ ഒരു ഗുണപാഠമായി എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ രാത്രി മുതൽ ഫിംഗർ കൊണ്ടുള്ള, വിരൽ കൊണ്ടുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യണം. അതേതെന്നറിയോ? ഏതാ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തുസബ്ബിഹൂന വതുഹമ്മിദൂന വതുകബ്ബിറൂന വഅഖിദ്ന ബിൽ അനാമിലി ഔ കമാ ഖാല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. തസ്ബീഹ് ചൊല്ലണം, സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം, അല്ലാഹു അക്ബർ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. എന്നിട്ടോ വഅഖിദ്ന ബിൽ അനാമിലി, വിരലുകൾ കൊണ്ട് എണ്ണമെടുക്കണം. വിരലുകൾ കൊണ്ട് എണ്ണമെടുക്കണം. നമ്മൾ കരുതുന്ന എന്താ? എണ്ണത്തിന് വലിയ പ്രത്യേകത ഇല്ലെന്നാ. ആരാ പറഞ്ഞത്? താക്കോലിന്റെ ഒരു പഴുത്, താക്കോലിന്റെ ഈ താക്കോല് ഈ പൂട്ടിലേക്ക് നമ്മളിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോ ആ താക്കോലിൽ ചില ഭാഗങ്ങളിൽ വെട്ട് കണ്ടിട്ടില്ലേ? ആ വെട്ടൊന്ന് കുറഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റില്ല. വെട്ടൊന്ന് കൂടിയാൽ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ താക്കോലല്ലേ, 2 വെട്ട് അധികം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ പൂട്ടി കയറൂല. അത്ര തന്നെ. വീട് തുറക്കാൻ പറ്റൂല. എണ്ണം വലിയ കാര്യമാണ്. എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമില്. എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ നിസ്സാരമായി കാണണ്ട.
നോമ്പ് മുറിച്ചവൻ നോമ്പം പിടിച്ച പകല് കിടക്കുമ്പോഴാ ഭാര്യ അടുത്ത് വന്നു, എന്തൊക്കെയോ തോന്നി, നോമ്പ് മുറിഞ്ഞു. അവന്റെ നിയമം എന്താണ്? നിയമം, പല നിയമങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. പല കാര്യങ്ങളിലും ഇസ്ലാം വെച്ച ചില കഫാറത്തുണ്ട്. 60 മിസ്കിന്മാർക്ക് ആഹാരം കൊടുക്കണം, 59 പേർക്കേ കൊടുത്തോളൂ, പറ്റൂല. 60 പേർക്ക് തന്നെ നീ കൊടുക്കണം, 61 പേർക്ക് കൊടുക്കാൻ വേണ്ട. 2 മാസം നോമ്പ് പിടിക്കണം. 2 മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോ പിറ കാണുന്നതനുസരിച്ചാ, ഡിസംബറും ജനുവരിയും 2 മാസം അല്ല ഈ പറയുന്നത്, മറിച്ച് 2 അറബി മാസങ്ങൾ പിറ കാണുകയോ അല്ലെങ്കിൽ മാസം പൂർത്തിയാവുകയോ ചെയ്ത് 2 മാസക്കാലം നോമ്പ് പിടിക്കണം. 58 നോമ്പ് പിടിച്ചു, ഇനി 2 നോമ്പ്. ആ മാസം 2 മാസവും കൃത്യമായി പിറ കണ്ടിട്ടില്ല, അപ്പൊ 30 പൂർത്തിയാവുകയാണ്. 58 ദിവസം പൂർത്തിയായി, 59 നോമ്പ് വിട്ട്. എന്നാ പിന്നെന്താ ചെയ്യേണ്ടത്? 60 പിടിക്കണം, 61 പറയേ. എന്റെ പൊന്ന് സഹോദരങ്ങളെ, 60 ദിവസം നോമ്പ് പിടിക്കണം. ഒരു നിയമമുണ്ട് ഇസ്ലാമില്. 58 ദിവസം പിടിച്ചു, 59 മുറിച്ചു, പിന്നെ 60 പിടിച്ചു. അപ്പൊ ഇനി എത്ര നോമ്പ് അവന് ബാക്കിയുണ്ട്? എത്ര ഉണ്ട്? തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ ബാക്കിയുണ്ട്. നിങ്ങളെ കൊല്ലം ജില്ലയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി ഈ നോമ്പ് ഒരെണ്ണം നഷ്ടപ്പെട്ടല്ലോ, അവൻ എന്നാ പിടിക്കേണ്ടത്? 61 ദിവസം പിടിക്കുമ്പോ എത്രയായി? നോമ്പ് എത്രയായി? 60 അല്ല, ഈ 58 ദിവസം പിടിച്ചു, 59 പിടിച്ചില്ല. എന്നാൽ 60 അവൻ പിടിക്കുമ്പോ 59 അല്ല, 1. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം 60 നോമ്പ്. എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിസ്കാര ശേഷം നിങ്ങൾ 33 സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന് പറഞ്ഞുവിടായിരുന്നോ? കുറച്ചേറെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലി, കുറച്ചു നേരം അൽഹംദുലില്ലാഹ് ചൊല്ല്, കുറച്ചു നേരം അല്ലാഹു അക്ബർ ചൊല്ല്, എന്നിട്ട് എണീറ്റ് പൊക്കോ എന്നല്ലല്ലോ പറഞ്ഞത്. 33 ചൊല്ല് സുബ്ഹാനല്ലാഹ്, 33 ചൊല്ല് അൽഹംദുലില്ലാഹ്, 33 ചൊല്ല് അല്ലാഹു അക്ബർ. 99 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ പറഞ്ഞിട്ട് 100 പൂർത്തീകരിക്കുക. എന്താ കാരണം? എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എണ്ണി തന്നെ ചൊല്ലണം. അളന്ന് കളഞ്ഞാലും ആറ്റിക്കളഞ്ഞാലും അളന്ന് കളണമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തുസബ്ബിഹൂന വതുകബ്ബിറൂന വതുഹമ്മിദൂ വഅഖിദ്ന ബിൽ അനാമിലി. വിരലുകൾ കൊണ്ട് ചെയ്യേണ്ട അമലെന്തെന്നറിയോ സഹോദരങ്ങളെ? ഇന്ന് ചെയ്യുന്ന അമലേതാണ്? ഒരുത്തനെ പറ്റി എന്തെങ്കിലും നമ്മൾ കേട്ടു, ഫേസ്ബുക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാ, ചേമ്പന്തോട്ടത്തില് പന്നി കയറിയതുപോലെ ഇങ്ങനെ കിളച്ചോണ്ടിരിക്കാൻ. അപ്പോഴാണ് ഒരുത്തനെ പറ്റി എന്തോ ഒരു മുസീബത്ത്, ഏവനോ ഒരുത്തൻ എഴുതിയിട്ടൊരു കാര്യം, തള്ള വിരല് കൊണ്ട് ഒരൊറ്റ നെക്കുമതി പ്രിയപ്പെട്ടവരെ 5000 പേരിലേക്ക് പോയി. 5000 പേരിലേക്ക് പോയി. നീ കമന്റ് എഴുതി, നീ ഷെയർ ചെയ്തു, നീ ലൈക്ക് അടിച്ചു. നിന്റെ കൈകൾ കൊണ്ട് വിരലുകൾ കൊണ്ട് ചെയ്യുന്ന അമലുകൾ ഇതാണ്. അല്ല അല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഅഖിദ്ന ബിൽ അനാമിലി. നീ നിന്റെ വിരലുകൾ കൊണ്ട്, ഫിംഗർ കൊണ്ട് ചെയ്യേണ്ട പണി എന്തെന്നറിയോ? എണ്ണം പിടിക്കലാണ്, എണ്ണം പിടിക്കലാണ്. അതുകൊണ്ട് ഓരോ അവയവങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കും. അതുകൊണ്ട് പറ്റുന്ന അവയവങ്ങൾ കൊണ്ട് ഇബാദത്തെടുക്ക്, ഇബാദത്തെടുക്ക്. അതൊക്കെ വിശദീകരിക്കാനുള്ള സമയം നമുക്കൊന്ന് കുറവാണ്. രണ്ടാമത്തേത് വേദി അതുമല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം 5ാമത്തേതിലേക്ക് പോവാണ്. മറക്കരുത്, 1 മലായിക്കത്തുകൾ, 2 ഭൂമി, 3 ഓരോ ടൈം, 4ാമത്തേത് അവയവങ്ങൾ. ഇനി 5ാമതൊന്നുകൂടിയുണ്ട്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ജാസിയ ഓതിയിട്ട് സമൂഹത്തോട് പറയുകയാ, വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ കുല്ല ഉമ്മത്തിന തുദ്ആ ഇലാ കിതാബിഹാ. അല്ലാഹു പറയുകയാണ്, വതറാ കുല്ല ഉമ്മത്തിന ജാസിയ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നരകത്തിന്റെ മുമ്പിൽ ഓരോരുത്തരും വന്ന് നിൽക്കുന്നത് മുട്ടുകുത്തിയാണ് സഹോദരങ്ങളെ. കുല്ല ഉമ്മത്തിന തുദ്ആ ഇലാ കിതാബിഹാ. അവന്റെ ജീവിതത്തിന്റെ കുറ്റപത്രത്തിലേക്ക് ഓരോരുത്തരെയും വിളിക്കപ്പെടുകയാ. അൽയൗമ തുജ്സൗന മാ കുന്തും തഅമലൂൻ. നീ ചെയ്യുന്നതെന്താണോ അതിനെ ഇപ്പോൾ നിനക്ക് പ്രതിഫലം കിട്ടുക
കിട്ടുകയാണ്, അല്ലെങ്കിൽ ശിക്ഷ കിട്ടുകയാ. ഹാദാ കിതാബുനാ യന്തിഖു അലൈക്കും ബിൽ ഹഖ്. അല്ലാഹ് പറയുകയാണ്, ഹാദാ കിതാബുനാ യന്തിഖു അലൈക്കും ബിൽ ഹഖ്. സത്യസന്ധമായി നിങ്ങളുടെ എല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന ഗ്രന്ഥമാണിത്. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് വരുന്ന സാക്ഷികളിൽ അഞ്ചാമത്തേത് അല്ലാഹ് പറയുകയാണ്, നമ്മുടെ കുറ്റപത്രമാണ്. എല്ലാം എഴുതി വെച്ചിരിക്കാൻ. ഞാൻ ഒരു അമല് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ അമല് കൃത്യമായി ചെയ്തോ, നമ്മുടെ എല്ലാം രേഖപ്പെടുത്തിയിരിക്കാൻ. ആരും അറിയാതെ ചെയ്തത്, ആരും കാണാതെ ചെയ്തത് എല്ലാം വളരെ കൃത്യമായി സത്യസന്ധമായി ഹക്കായി നമ്മുടെ കുറ്റപത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കാൻ. ഒന്നും വിട്ടിട്ടില്ല. നാളെ പരലോകത്ത് നമ്മുടെ കയ്യിൽ ഇത് വിളിച്ചു തരും. നമ്മുടെ കയ്യിൽ വിളിച്ചു തരുമ്പോ ഒന്നുകിൽ വലത് കയ്യിലില്ലെങ്കിൽ ഇടത് കയ്യിൽ. ഏത് കയ്യിലാ വാങ്ങേണ്ടത്? വലത് കയ്യിലാ വാങ്ങേണ്ടത്. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. വലത് കയ്യിൽ വാങ്ങിയവന് രക്ഷപ്പെട്ടു, ഇടത് കയ്യിൽ വാങ്ങിയവൻ പരാജയപ്പെട്ടു. സഹോദരങ്ങളെ, കർമ്മപുസ്തകം ഉറക്കെ വായിക്കേണ്ടി വരും. കോടാനകോടി ജനങ്ങളുടെ മുമ്പിൽ, മനുഷ്യർ ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മനുഷ്യന്റെ മുമ്പിലും നമ്മൾ രഹസ്യമായി ചെയ്തത് വായിച്ച് കേൾപ്പിക്കേണ്ടി വരും. അങ്ങനെ വായിച്ച് കേൾപ്പിക്കാതെ സ്വയം വായിച്ച് അല്ലാഹ് അടുത്തേക്ക് വിളിച്ചിട്ട്, കണ്ടോ എന്താ നീ ഉദ്ദേശിക്കുന്നത്? പടച്ചോനെ, പെട്ടത് തന്നെ അല്ല, ഞാൻ നിനക്ക് ഇതാ പുറത്തു തന്നിരിക്കുന്നു. ഭൂമിയിൽ ഇത് ഞാൻ മറച്ചു വെച്ചല്ലോ. ഈ ഗ്രന്ഥം, ഈ കർമ്മപുസ്തകം, ഈ ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകം, ഈ കുറ്റപത്രം നീ ആരുടെ മുമ്പിലും വായിക്കണ്ട, രഹസ്യമായി നീ തന്നെ വായിച്ചോ എന്ന് അല്ലാഹ് പറയണമെങ്കിൽ ഒരു അമല് നമ്മൾ ചെയ്യണം. അതിൽ നമ്മളെല്ലാവരും വീക്കാണ്. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും വീഴ്ചയിലാണ്. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും പിന്നിലോട്ടാണ്. അത് ചെയ്യുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ആരുടെ മുന്നിലും നമ്മൾ ഉറക്കെ വായിക്കേണ്ടി വരൂല. ഒരാളുടെ മുമ്പിലും നമ്മൾ വായിക്കേണ്ടി വരൂല. നമുക്ക് തീർച്ച നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും ഒരാളും അറിയാതെ നമുക്കത് രഹസ്യമാക്കി വെക്കാൻ കഴിയും. അതിനൊരൊറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. അതിനു മുമ്പ് നിങ്ങൾ കേട്ടോ, സഹോദരങ്ങളെ, കയ്യിലേക്ക് വാങ്ങുന്ന ഗ്രന്ഥമുണ്ടല്ലോ, അത് നമ്മൾ വാങ്ങി വായിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തോരു ഗ്രന്ഥമാണ് റബ്ബേ, ചെറുതായി വലുതായി ഒന്നും വിട്ടിട്ടില്ലല്ലോ. ഞാൻ ചിന്തിച്ചത്, പറഞ്ഞത്, മിണ്ടിയത്, ചെയ്തത്, കണ്ടത്, കേട്ടത്, തിന്നത്, കുടിച്ചതല്ല ഇതിനകത്ത് റെക്കോർഡാണല്ലോ. അല്ലാ, CCTV ക്യാമറയാണോ? അല്ല. അതിനേക്കാൾ ഭീകരമായ നിലയിൽ പടച്ചവൻ തരുന്ന കുറ്റപത്രമുണ്ടല്ലോ. ആ കുറ്റപത്രത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്ത എല്ലാ തിന്മകളും നന്മകളും അതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാ. ഇത് പരസ്യമായി വായിക്കേണ്ടി വരാതിരിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. എന്തെന്നറിയോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ പറയുന്ന കാര്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഏതെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോൾ ആ വാർത്തകൾ കേൾക്കുന്ന ഭാഗം നമ്മൾ ആ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കേൾക്കുമ്പോ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോകം മൊത്തം ഏറ്റെടുക്കുന്ന ഒരു വാർത്ത എന്താണെന്നറിയോ? മദ്രസ അധ്യാപകർ പീഡിപ്പിക്കുന്നു. മദ്രസ അധ്യാപകരുടെ പീഡനം. ഞാനൊരു കാര്യം അടിവരയിട്ട് പറയാം. മദ്രസയിൽ വെച്ച് എന്നല്ല, മൈതാനത്തിൽ വെച്ചല്ല, ലോകത്ത് എവിടെ വെച്ചും ഇതുപോലുള്ള തോന്നിയാസം കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ തന്നെ വേണം. അതിവിടെ നിയമത്തിന് ചില വഴികളുണ്ട്. നിയമത്തിന് വിധേയരാകാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ നിയമത്തിന് വിധേയരായി നമ്മൾ ചെയ്യാൻ. മദ്രസ അധ്യാപകരുടെ പീഡനം, മദ്രസയിലെ പീഡനം, ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളവുമാകും, തെറ്റിന് കൂട്ടുനിൽക്കലാവും, തിന്മയ്ക്ക് കൊടപിടിക്കലാവും. അതുകൊണ്ട് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. ഞാൻ വളരെ ശക്തമായ നിലയിൽ പറയുകയാണ്, അങ്ങനെ മദ്രസയിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്ന ആ പ്രിയപ്പെട്ട മക്കളെ വളരെ മോശമായ നിലയിൽ, സഭ്യതയില്ലാത്ത നിലയിൽ
അശ്ലീല ചുവയുള്ള വാചകങ്ങൾ ചേർക്കുകയും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവനെ മേലിൽ ഈ വേഷം ധരിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ശക്തമായ നിലയിൽ സമൂഹം കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായം. അതിൽ യാതൊരു സംശയവുമില്ല. അവന് യോഗ്യതയില്ല ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ.